നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ഏഷ്യയിലെ മറ്റ് രണ്ട് പ്രധാന രാജ്യങ്ങൾ തമ്മിലുള്ള വാക്പോരുകളും മുറുകി വരികയാണ്. ചൈനയും ജപ്പാനും തമ്മിലുള്ള അകൽച്ചയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ജപ്പാൻ. പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ജപ്പാന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സനൈ തകേച്ചി തായ്വാനെ അനുകൂലിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി. തായ്വാനെ പിടിച്ചെടുക്കുന്നതിനായി ചൈന കണ്ണും നട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജപ്പാൻ പല മുന്നറിയിപ്പുകളും ചൈനയ്ക്ക് നൽകിക്കഴിഞ്ഞു. തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ജപ്പാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ചൈനയും ജപ്പാനും തമ്മിലുള്ള പല പങ്കാളിത്തങ്ങളെയും നിലവിലെ പോർവിളി ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ടൂറിസം, കയറ്റുമതി എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ അത് പ്രകടമായി തുടങ്ങിയിട്ടുമുണ്ട്. അടുത്തിടെ ജപ്പാന്റെ സാമ്പത്തിക മേഖലയിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് മത്സ്യബന്ധന കപ്പൽ ജപ്പാൻ പിടിച്ചെടുക്കുകയുണ്ടായി. ഇങ്ങനെ ചൈനയുമായുള്ള പിരിമുറുക്കം ശക്തമാകുന്നതിനിടെ ഇതാ ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ആയുധരംഗം കൂടുതൽ ശക്തിപ്പെടുത്തി വരികയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആയുധ വികസനത്തിൽ കടുത്ത മത്സരം നടത്തി വരുമ്പോൾ കാലങ്ങളേറെയായി ജപ്പാൻ പ്രതിരോധ രംഗത്തെ മത്സരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ രാജ്യത്തിന് തങ്ങളുടെ സാമ്പത്തിക പുരോഗതി മാത്രമായിരുന്നു പ്രധാന ലക്ഷ്യം. എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങൾ തീവ്രമാക്കി വരികയാണെന്നാണ്. ജപ്പാന്റെ കൈവശമുള്ള അതിനൂതനമായൊരു ക്രൂയിസ് മിസൈൽ ആഗോള ശ്രദ്ധ നേടുകയാണ്. 1000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളുടെ അടുത്തെത്തി തരിപ്പണമാക്കാൻ ഉതകുന്ന ക്രൂയിസ് മിസൈലാണ് പ്രതിരോധ വിദഗ്ധർക്കിടയിലെ നിലവിലെ ചർച്ചാ വിഷയം. ജപ്പാന്റെ കൈവശമുള്ള ടൈപ്പ് 12 എന്ന ഈ മിസൈലിന്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രത്യേകത അവയ്ക്ക് എത്ര വലിയ ശേഷിയുള്ള റഡാറുകളെയും സെൻസറുകളെയും കബളിപ്പിക്കാനാവും എന്നതാണ്. അതിനാൽ തന്നെ എതിരാളികളുടെ കൺവെട്ടത്തകപ്പെടാതെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മിന്നൽ പിണർക്കണക്കെ കുതിച്ചെത്താൻ ടൈപ്പ് 12 ഇത് ചൈനയടക്കമുള്ള എതിരാളികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ക്രൂയിസ് മിസൈൽ ആയതിനാൽ തന്നെ ഭൂനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലൂടെയല്ലാതെയാണ് ടൈപ്പ് 12 മിസൈൽ സഞ്ചരിക്കുക. ഈ മിസൈലിന് പല രീതിയിൽ സഞ്ചരിക്കാനും കഴിവുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും പിരിയൻ ഗോവണിയുടെ ആകൃതിയിൽ ചുറ്റി ഉയർന്നും താഴ്ന്നുമെല്ലാം ടൈപ്പ് 12 ക്രൂയിസ് മിസൈലിന് പറക്കാനാകും. ഇങ്ങനെ സഞ്ചാരപാതകളിലും ചലനങ്ങളിലും പൊടുന്നനെ മാറ്റം വരുത്തി മുന്നോട്ടു പോകുന്നതിനാലാണ് അവയെ കണ്ടെത്തുന്നതിൽ റഡാറുകൾ പരാജയമടയുന്നത്. കരയിൽ നിന്നും അതിവേഗം കുതിച്ചുപാഞ്ഞ് കപ്പലുകളെ പോലും തകർക്കാൻ ടൈപ്പ് 12 ഈ മിസൈലുകൾ 2026 ജനുവരി ആദ്യം മുതലേ ജപ്പാൻ ക്യൂഷുവിലും മറ്റ് തെക്കു പടിഞ്ഞാറൻ ദ്വീപുകളിലും വിന്യസിച്ചു കഴിഞ്ഞു. പ്രധാനമായും ചൈനയെ ഉന്നം വെച്ചാണ് ജപ്പാൻ ഇവയെ വിന്യസിച്ചിരിക്കുന്നത്. ടൈപ്പ് 12 ക്രൂയിസ് മിസൈലിന്റെ പുതുപതിപ്പുകൾ പുറത്തിറക്കാനുള്ള നീക്കങ്ങളിലാണ് ജപ്പാൻ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിലവിൽ 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ടൈപ്പ് 12 1500 കിലോമീറ്റർ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാക്കി പുനരാവിഷ്കരിക്കാനാണ് ജപ്പാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത്തരത്തിലെല്ലാം തങ്ങളുടെ പ്രതിരോധ രംഗത്തിന്റെ ശേഷിയും കരുത്തും ഉയർത്താനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് ജപ്പാൻ. ലോകമഹായുദ്ധങ്ങൾ ഏറെ കണ്ട ഈ രാജ്യത്തിന് ഇനി ഏതു പോരാട്ടത്തെയും നേരിടാനുള്ള മനോവീര്യവും ചങ്കുറപ്പും ഉണ്ട് എന്നത് തന്നെയാണ് ചൈനയ്ക്കെതിരെയുള്ള അവരുടെ വെല്ലുവിളികളിൽ നിന്നും വ്യക്തമാകുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.